പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ആവേശം വിതറിയ റോഡ് ഷോയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പ്രധാനമന്ത്രി തുടക്കമിട്ടു. അയോധ്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ തുടക്കം കുറിച്ചത്. മൂന്നാമത് മോദി എന്ന മുദ്രാവാക്യമാണ് റോഡ് ഷോയിൽ മുഴങ്ങിക്കേട്ടത്. വികസനത്തിന്റെ പുതിയ യുഗത്തിനാണ് അയോധ്യ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അയോധ്യ അന്താരാഷ്ട്ര തീർത്ഥാടന നഗരിയായി മാറുന്ന വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേശീയപാത 27 രാംപഥ്, ധരംപഥ്, ലതാ മങ്കേഷ്കർ ചൌക്ക് എന്നീ മേഖലകളിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോയത്. റോഡിന്റെ വശങ്ങളിൽ സന്യാസിമാരടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ കാണാനെത്തിയത് റോഡ് ഷോയുടെ ആവേശം ഇരട്ടിയാക്കി. 15,700 കോടി രൂപ ചെലവിൽ 46 പദ്ധതികൾ. മഹർഷി വാൽമീകി വിമാനത്താവളവും അയോധ്യാധാം ജംഗ്ഷനും ഉൾപ്പെടെ 11,100 കോടി രൂപയും ചെലവഴിച്ചുള്ള പദ്ധതികൾ അയോധ്യയിലാണ്. പ്രതിവർഷം 10 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാൻ തക്കവണ്ണം 6,500 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വിമാനത്താവളത്തിന് ടെർമിനൽ. രാജ്യത്തെ ആദ്യ 2 അമൃത് ഭാരത് ട്രെയിനുകളും 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വൻ വികസന പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി അയോധ്യ മാറുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.